ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCD മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ 10 ക്വസ്റ്റ്യൻ ബാങ്ക്. അതിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്, അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയണം. ഞാനിത് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ ടൈം പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം 2-4 എണ്ണമൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് നോക്കണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈം പോകുന്നോണ്ടാണ്, ആഗ്രഹമുണ്ട് പറയണമെന്ന്, പക്ഷെ നടക്കില്ല. 200 വരെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ലാസ്റ്റ് നമ്മൾ 200 പറഞ്ഞാണ് നിർത്തിയത്. എന്തായാലും അതന്നെ നമുക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയണം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന വിഭാഗത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചില ഇപ്പൊ എനിക്കറിയില്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനത്തെ ടൈപ്പാണെന്നുള്ള കാര്യം. നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ അല്ലാതെ നോക്കിയിട്ടില്ല. അപ്പൊ ഭയങ്കര ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് ആണെങ്കിലൊക്കെ തെറ്റുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ ക്ഷമിക്കുക ദയവേത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലത് ടഫായിട്ടുള്ള വേർഡ്സ് വരാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. നമുക്കത് വേണമെങ്കിൽ നേരെ തന്നെ പറഞ്ഞു പോകാം. ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല, പക്ഷെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമുക്കത് എന്താ പറയാ, ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ പറയാനുള്ള നേരത്തെ തന്നെ പറഞ്ഞു പോകും. അതായിരിക്കും എല്ലാം കൊണ്ടും കംഫർട്ടബിളും. CCT ചില വിഭാഗങ്ങൾ വളരെ ടഫായിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട് ചില സെക്ഷൻസിലൊക്കെ. എല്ലാ സെക്ഷനിലും ഞാൻ പറയുന്നില്ല. അപ്പൊ അത് 1-2 വേർഡ്സ് ആയാലും ഈ വിഭാഗത്തിൽ വന്നുപോയാൽ മതി. ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ക്വസ്റ്റ്യൻ 200. In case of parasitic food chain, the shape of the pyramid of number is always A. upright, B. linear, C. inverted, D. not certain. Answer C. inverted. അടുത്തത് 201. In Chipko movement, A. women were protesting against the replacement of mixed forest by commercially valuable pine tree. B. women were protesting against alcoholic husbands. C. Gar Valley women were protesting against atrocities of contractors. D. it is movement against corrupt political leaders. Answer A. women were protesting against replacement of mixed forest by commercially valuable pine tree. Answer A. women were protesting against replacement of mixed forest by commercially valuable pine tree. അടുത്ത 202. In developing countries, contaminated water is responsible for the deaths of more than 1.6 million people. Contributing to this problem is the use of A. groundwater for consumption and the improper disposal of human sewage. B. groundwater for consumption and the disposal of human sewage in surface waters. C. surface waters for consumption and the disposal of human sewage. D. surface waters for consumption and the
disposal of human sewage in groundwater. Answer C, surface waters for consumption and the disposal of human sewage. Answer C, surface waters for consumption and the disposal of human sewage. Artha 203. In general, countries that enjoy the best health have A, the warmest climates, B, diets primarily based on eating grains, C, the largest families, D, good educational systems. Answer D, good educational systems. അടുത്തത് 204. സോറി, ചില സ്ഥലത്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം 204. In general, government oversight and regulation have resulted in A, more restrictions on pesticide use in the past few years. We favor restrictions on pesticide use in the past few years. See, more restrictions on herbicide use but favor restrictions on insecticide use in the past few years. D, more restrictions in insecticide use but favor restrictions on herbicide use in the past few years. ഇതിൽ നമ്മൾ ബി അല്ല ആൻസർ. അത് നമ്മൾ തെറ്റിപ്പോയേക്കുന്നതാണ്. അത് നമ്മൾ വെട്ടുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരി ഉത്തരം എന്ന് വെച്ചാൽ ചെയ്തത്, പക്ഷെ പിന്നീട് തെറ്റെന്ന് മനസ്സിലായത്. അപ്പൊ ഇത് ശരി ഉത്തരം ആൻസർ എ ആണ്. ആൻസർ എ, മോർ റെസ്ട്രിക്ഷൻസ് ഓൺ പെസ്റ്റിസൈഡ് യൂസ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആൻസർ എ, മോർ റെസ്ട്രിക്ഷൻസ് ഓൺ പെസ്റ്റിസൈഡ് യൂസ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അടുത്തത് 205. In general, it is rare for a parasite to A, feed on a host, B, kill its host, C, spread from one host to another, D, complete with other parasites for access to a host. Answer B, kill its host. അടുത്തത് 206. In general, most ecosystems in the world have a remained relatively unchanged for millions of years, been impacted by human activities. C, experienced increased ecosystem capital because of human activities. D, already been significantly harmed by global climate change. Answer B, been impacted by human activities. Further 207. In general, whale watching A, promotes the conservation of whales, B, encourages the sale of whale meat and other whale derived products, C, has disrupted the natural social interactions of whales and contributed to their population decline, D, has had a little impact on our scientific understanding of the species because whales do not behave naturally when humans are around. Answer A, promotes the conservation of whales. Answer A, promotes the conservation of whales. At the 208. In India, control of air pollution is protected by A, as a species were consuming disproportionate amount of resources by comparison to any other group of living organisms. B, only humans can correct the issues created by other organisms. C, we have the ability to reverse the destructive trends that have been created by human activity. Answer D, A and C are correct. Answer D, A and C are correct. At the 172. സോറി കേട്ടാ, നമ്മൾ വായിച്ച് തെറ്റിപ്പോയി. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ്റെ എന്താ പറയാ ഓപ്ഷനാണ് വായിച്ചത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ ഓപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ദയവേത് ക്ഷമിക്കാം, മാറിപ്പോയി നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത് ഒരിക്കൽ കൂടി വായിക്കണ്. 208.
In India, control of air pollution is protected by A. Forest Act, B. Police Act, C. Environmental Pollution Act, D. Wildlife Act. Answer C. Environmental Pollution Act. At 209, in logistic growth, how does population growth changes as the population nears its carrying capacity? A. Population growth increases. B. Population growth remains steady. C. Population growth decreases. D. Population growth typically crashes when a population reaches its carrying capacity. Answer C. Population growth decreases. അടുത്തത് 210. In many parts of the world, human activities are 210. In many parts of the world, human activities are causing the depletion of water in rivers and lakes. In those regions, which of the following would most likely help? A. Construct desalination plants to generate drinking water. B. Switch to windmills and solar panels to generate electricity. C. Switch to agriculture products that require less water. D. Increase the use of railways to move agricultural products and coal. Answer C. Switch to agricultural products that require less water. അടുത്തത് 211. In the 1900, fuel efficiency in transportation greatly increased when engines were converted from A. Natural gas to coal and steam, B. Oil to coal and steam, C. Coal and steam to gas line, D. Natural gas to gas line. Answer C. Coal and steam to gas line. Answer C. Coal and steam to gas line. Answer C. Coal and steam to gas line. At 212, in the developed countries, more lives could be saved if one simply drove more safely and did not abuse drugs. B. Stopped smoking and reduced obesity. C. Stopped drug abuse and suicides. D. Reduced the number of infections with HIV. Answer B. Stopped smoking and reduced obesity. Answer B. Stopped smoking and reduced obesity. At 213, in the last 50 years, the greatest progress in addressing worldwide hunger and malnutrition came from the A. Use of better transportation methods to export the grain more efficiently. B. Developing and use of new varieties of high yielding wheat and rice. C. Reduce reliance on pesticides, herbicides and chemical fertilizers. D. Widespread use of sustainable irrigation method. Answer D. Widespread use of sustainable irrigation methods. അടുത്തത് 214. In the lower Himalayan mountains, several species of salamander and amphibian live in or near a stream. The largest species lives in the stream and along its edges. A smaller species live on land within a meter or two of the stream, and a smaller species live about 3-5 meters away from the stream. In this region, these three salamander species are using a different niches within the same habitat. B. The same niche and microhabitat. C. The same landscape but different ecosystems. D. The same habitat but different niches. Answer A. Different niches within the same habitat. Answer A. Different niches within the same habitat. Spelling mistake ദയവേത് ക്ഷമിക്കുക. യൂട്യൂബ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകണമെന്നുള്ളൂ. ചില ഭാഗത്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്. ദയവേത് സഹകരിക്കുക. അടുത്ത 215. In the near future, the benefits of biofuel production may be enjoyed while reducing the impact on the global production of grain. One such promising approach is to
A. Bioengineer cattle and goats to produce ethanol in their milk. B. Produce biofuels from grasses and timber wastes instead of corn. C. Use of the large amounts of animal wastes to produce ethanol. D. Find ways to convert oil and natural gas into ethanol. Answer B. Produce biofuels from grasses and timber wastes instead of corn. Answer B. Produce biofuels from grasses and timber wastes instead of corn. അടുത്തത് 216. In the past 14 years, pesticide use has tripled, yet pests still cause the same amount of damage to crops. Why has this increased use of pesticides not been more effective? In the past 40 years, pesticide use has tripled, yet pests still cause the same amount of damage to crops. Why has this increased use of pesticides not been more effective? A. The pesticides in use today are much less powerful due to government regulations. B. The pesticides that are available are not best suited for the most common types of pests. C. Increase in ultraviolet radiation and global warming break down pesticides faster. D. The widespread use of pesticides has resulted in the evaluation of pesticide-resistant pests. Answer D. The widespread use of pesticides has resulted in the evaluation of pesticide-resistant pests. 217. In the past 50 years, the global production and availability of grains has A. Run out in only 3 years. B. Been about the same on each of the major inhabited continents. C. Eliminated most of the need for the production of oil seeds. D. Recorded importation by most of the developing regions. Answer D. Recorded importation by most of the developing regions. അടുത്ത 218. In the past 50 years, the world population has doubled, now with a world population of about 7 billion people. A. The daily amount of food available to the developing world continues to decline. B. Global agriculture is not increasing food production as fast as the human population. C. There are more overweight people than people who are hungry. D. The calorie content of food does not meet the global human demand for calories. Answer D. The calorie content of food does not meet the global human demand for calories. അടുത്തത് 219. In the United States, the greatest environmental destruction results from the harvesting of. In the United States, the greatest environmental destruction results from the harvesting of A. Oil, B. Natural gas, C. Coal, D. Timber. Answer D. Timber. അടുത്ത 220. In the winter in North India, the common cold often shows a high morbidity but low mortality. A. High morbidity but low mortality. B. High morbidity and high mortality. C. Low morbidity but high mortality. D. Low morbidity and low mortality. Answer A. High morbidity but low mortality. അടുത്ത 221. In the world today, coal A. is still the dominant fuel. B. has largely been replaced by natural gas for energy supplies. C. remains the dominant fuel in the world. D. has been replaced by oil as the primary energy supply. Answer D. has been replaced by oil as the primary energy supply. Answer D. has been replaced by oil as the primary energy supply. അടുത്ത 222. The major threats to biodiversity is due to
A. Habitat loss degradation. B. Extinction of species by aggressive non-native species. C. Extinction of species by aggressive non-native species. D. All of the above. Answer C. Extinction of species by aggressive non-native species. Answer C. Extinction of species by aggressive non-native species. അടുത്തത് 223. In which of the following geographic locations is the climax community characterized by the presence of a towering evergreen forest? A. Southwestern United States. B. Arctic. C. Western United States. D. Midwestern United States. Answer C. Western United States. Answer C. Western United States. ഇനി അടുത്തത് 224. In which of the following regions would we most expect to find industrial smog? A. In southern Florida in high tourist regions along the beaches. B. In a farming region that primarily produces either cotton, soybeans or corn. C. Around an industrial town that burns coal to generate electricity and make steel. D. Around a city that primarily relies on nuclear energy and public transportation. Answer C. Around an industrial town that burns coal to generate electricity and make steel. അടുത്ത 225. Increased reliance upon oil imports have generally paralleled A. Increased interest in Middle East politics. B. Increased interest in fighting global hunger. C. Decreased reliance on other fossil fuels. D. Decreased efforts to explore alternative forms of fuel. Answer A. Increased interest in Middle East politics. അടുത്ത 226. Increases in ocean temperatures often result in coral bleaching, in which A. The symbiotic relationship between corals and their algae is disrupted. B. The calcium carbonate of corals is dissolved away, leaving just the soft animals behind. C. The water becomes so cloudy that no light can reach the symbiotic algae in corals. D. High levels of chlorine are released from the corals, killing the fish that swim by. Answer A. The symbiotic relationship between corals and their algae is disrupted. Answer A. The symbiotic relationship between corals and their algae is disrupted. ഇനി അടുത്തത് 227. Increasing global demands for energy is A. Increasing social stability in many countries as people pull together to solve this challenge. B. Forcing dramatic switches to nuclear and tidal power, which do not contribute to global climate change. C. Renewing interest in preserving and protecting additional lands for conservation. D. Increasing political attention to oil production and global climate change. Answer D. Increasing political attention to oil production and global climate change. അടുത്തത് 228. Increasing the insulation in a home will most likely A. Increase the risk of developing an infectious disease. B. Decrease acute reactions to pollutants already in the home. C. Decrease the chances of developing chronic respiratory diseases. D. Increase the chances of developing chronic respiratory diseases. Answer D. Increase the chances of developing chronic respiratory diseases. അടുത്ത 229. India is a mega diversity country with A. 4 ecological hotspots. B. 3 ecological hotspots. C. 2 ecological hotspots. D.
D. One ecological hotspot. Answer D. One ecological hotspot. At the 230, individual restraints when using common pooled resources are necessary to prevent A. Increase in the maximum sustainable yield. B. The tragedy of the commons. C. A shift from productive to consumptive use of resources. D. Shifts in the carrying capacity of natural populations. Answer B. The tragedy of the commons. Answer B. The tragedy of the commons. അടുത്തത് 231. Insecticides would be most useful in combating A. Mosquitoes that spread malaria. B. Weeds that infect your agricultural fields. C. Bacteria such as salmonella which sometimes contaminate meat. D. Fungi that contribute to molds and mildew that lead to respiratory infections. A. Mosquitoes that spread malaria. Answer A. Mosquitoes that spread malaria. അടുത്തത് 232. Instead of only generating more electricity, rising energy demands may also be met by A. Switching from natural gas to coal. B. Switching from coal and natural gas to windmills and solar technologies. C. Increasing the efficiency of energy consumption. D. Using more nuclear power instead of fossil fuels. Answer C. Increasing the efficiency of energy consumption. Answer C. Increasing the efficiency of energy consumption. അടുത്തത് 233. Integrated pest management focus on A. Eliminating crop damage by using preventative techniques. B. Eliminating crop damage by using only cultural techniques. C. Maintaining crop damage below the economic threshold using preventative techniques. Spelling mistake ദയവായി ക്ഷമിക്കുക. D. Maintaining crop damage below the economic threshold using broad spectrum pesticides. ഒരിക്കൽ കൂടി വായിക്കുന്നു. Integrated pest management focus on A. Eliminating crop damage by using preventative techniques. B. Eliminating crop damage by using only cultural techniques. C. Maintaining crop damage below the economic threshold by using preventative techniques. D. Maintaining crop damage below the economic threshold using broad spectrum pesticides. Answer C. Maintaining crop damage below the economic threshold using preventative techniques. അടുത്തത് 234. Iron ore mining companies are expanding into the deep forest of Orissa, where native populations of indigenous people have lived off the land for many centuries. In order to resolve the growing conflicts between the natives and the mining companies, they have been urged by the government officials to bring together all of the interested parties. The mining company operations in the forest will likely lead to the loss of ecosystem services such as A. The depletion of iron ore from the ground. B. The shift from logging to mining. C. Sources of fresh water. D. The construction of new roads. Answer C. Answer C. Sources of fresh water. Answer C. Source of fresh water. അടുത്തത് 235. ISO 14000 is a series A. of international standards on environmental management tools and systems. B. of international standards on quality management tools and systems. C. of international standards on environmental and quality management tools and systems, replacing ISO
9000 series, D. All of the above. Answer A. Of international standards on environmental management tools and systems. അടുത്ത 236. Isolated viral outbreaks can quickly become global threats if the virus is easily A. transferred between infected animals and people, B. transferred between people who then travel widely while infected, C. transferred between people who then quickly get ill and do not travel, D. transferred from infected people to people already ill with other diseases. Answer A. transferred between infected animals and people. അടുത്തത് 237. Lake severely impacted by acidification will most likely A. be clear and blue but with few fish or other animals. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാണ്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയായി. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം മിക്ക വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ആ വീഡിയോസ് ഒക്കെ ലാസ്റ്റ് ഭാഗത്ത് ഇതേ അവസ്ഥ തന്നെയാണ്. ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ, ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു അവസ്ഥയെന്ന് തന്നെ പറയാം. പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും താല്പര്യമാവില്ല, പക്ഷെ നമുക്ക് നിവർത്തിയില്ല. നമുക്ക് ക്ഷമിക്കണം എന്ന് പറയാനേ സാധിക്കുള്ളൂ. പോരായ്മകളൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 237 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ലൈക്ക് സിവിയർലി ഇമ്പാക്റ്റഡ് ബൈ അസിഡിഫിക്കേഷൻ വിൽ മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് അടുത്ത വീഡിയോയിൽ പറയും 237. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് വെറുതെ നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്. ഈ അവസ്ഥ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കി പോവാൻ. എന്നാലും നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ, അപ്പൊ അതങ്ങനെ നമ്മൾ അനുവർത്തിച്ച് പോകുന്നു. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് തുടങ്ങിയത്, പക്ഷെ കാര്യമില്ലാതായി. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ ഇതേ അവസ്ഥ തന്നെ ആവുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കാം ഒരു പക്ഷെ, അങ്ങനെ വിചാരിക്കുന്നു. എന്താ തന്നെയായാലും ഇതൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാൻ പറ്റിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്നാലും നല്ല രീതിയിൽ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. 245, 246, $250, ഇതൊക്കെ നമ്മള് അടുത്ത വീഡിയോയില് പറയും. കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്യാന്നുള്ള ആഗ്രഹവും കൂടി ഉണ്ട്. അപ്പൊ ക്യാമറയുടെ ക്ലാരിറ്റി നമ്മൾ പരമാവധി നല്ല രീതിയിലാക്കാൻ ശ്രമിക്കും, അത്രേ നമുക്ക് പറയാനാവുള്ളൂ. എന്തായാലും ഇത് ഭയങ്കര അധികം വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു അവസ്ഥ. പിന്നെ ലാസ്റ്റ് ഭാഗത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പിന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്തല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി പറയണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും തെറ്റുകള്, പോരായ്മകള് ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ടായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും കൂടി ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. കാരണം വെച്ചാല് നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോങ്സ് മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് സോങ്സ് മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ദയവായി. പിന്നെ നമുക്ക് പറയാനുള്ളത് അവസാനമായിട്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്.
ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഒരു കാരണവശാലും മറക്കരുത്, പ്രത്യേകം ഓർക്കണം. കാരണം നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ല, കാരണം ടൈമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ പ്രോബ്ലം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ചേഞ്ച് ചെയ്തേക്കാണ്. നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ എടുത്ത് കുറെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ കുറച്ച്, പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കും. അത് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സിന് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഒരു വീഡിയോനെ കുറിച്ചൊരു എന്താ പറയാ ഒരു മൊത്തത്തിലൊരു ഐഡിയ കിട്ടുമല്ലോ, അതിനും കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നേരിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സും നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഉപകാരപ്പെടും എന്ത് തന്നെയാലും. കാരണം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണമെന്നില്ല. ചിലപ്പോൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മാത്രം ചിലപ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഭാഗമായിരിക്കാം ചിലപ്പോൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം കാണാം കണ്ടു നോക്കുന്നവരാകാം. അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത് പോകുന്നത് എല്ലാം കൊണ്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളത് നമ്മുടെ വീഡിയോന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ മാറിയൊക്കെയാണ്. അപ്പൊ അത് എന്തായാലും ഓർക്കുക. അത്ര നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയിൽ എടുക്കണമെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റാവുന്ന നമ്മൾ CSAT എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയാ ഈ വീഡിയോ നിങ്ങൾക്ക് CSATക്ക് വേണ്ടി ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ CSATയിലെ കുറെ നമ്മുടെ ഈ ബുക്ക് വെച്ചിട്ട് നമ്മൾ കുറെ വീഡിയോ നമ്മൾ ഈ രീതിയിലല്ല അപ്ലോഡ് ചെയ്തേക്കുന്നത്. വേറെ സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന രീതിയിലല്ല, ജസ്റ്റ് നമ്മൾ സോങ്സ് മാത്രം കേൾക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ദയവേത് കണ്ടു നോക്കണം. കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്, സെപ്പറേറ്റ് ചെയ്തും പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ടു നോക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ താല്പര്യമാണ്. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ അത് നമ്മൾ പ്രത്യേകം അതിനു വേണ്ടി പ്രത്യേകിച്ച് ടൈം കളയുന്നില്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ്. അപ്പൊ അതങ്ങനെ നമ്മൾ വിട്ടു തന്നേക്കുന്നു. അത് നിങ്ങളുടെ മാത്രം എന്താ പറയാ വ്യക്തിപരമായ കാര്യം. നമ്മൾക്ക് ഒരിക്കലും അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആകെ ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ മാത്രമല്ല, ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോ ആണെങ്കിലും ഇതിനു മുന്നേ ചെയ്തേക്കുന്ന വീഡിയോ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലാണെങ്കിലും നിങ്ങൾ വീഡിയോ എന്താ പറയാ വീഡിയോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം അതുണ്ട്. അത് ഞാൻ എടുത്തു പറയണമെന്ന് വെച്ചാൽ നമ്മൾ ടൈം കളഞ്ഞ് നമ്മുടെ സമയം കളഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വീഡിയോയില് കുറെ ടൈം കളഞ്ഞാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സമയം കളഞ്ഞ് നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് വീഡിയോ ചെയ്യുന്നു. എന്ത് തന്നെയാലും CSAT എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിലും നമ്മൾക്ക് അങ്ങനൊരു പ്രത്യേകിച്ച് നമ്മള് വീഡിയോന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഏറ്റവും നമ്മൾ കൂടുതലും പ്രിഫറൻസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാണ്. ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട്, ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറില്ല. അപ്പൊ അത്രയ്ക്കുള്ള നമുക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.